പാരിപ്പള്ളിയിലെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലെ 61കാരനായ രാജേന്ദ്ര പ്രസാദിനുണ്ടായ അനുഭവം ആർക്കും ഉണ്ടാകരുത്. ആ കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിനൊരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റി കാലിന് അതീവ ഗുരുതരമായ ഒടിവ് പറ്റി. അപ്പോൾ അതിന് ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് റെഫർ ചെയ്ത് പോയപ്പോൾ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും അവിടെ നിന്നും പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാൽ ശസ്ത്രക്രിയ നടത്തി കമ്പിയൊക്കെ ഇട്ടു. ഇതും കഴിഞ്ഞ് അപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു, ICUലായിരുന്നു. അവിടുന്ന് മാറ്റി ഈ അവസാന വാർഡിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ വാർഡിലേക്ക് മാറ്റിയപ്പോൾ മകൻ കൂടെ ഉണ്ടായിരുന്ന മകനെ വീട്ടിൽ പോയി. കാരണം രാജേന്ദ്ര പ്രസാദിൻ്റെ ഭാര്യ രമണി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 2 ദിവസം മുമ്പ്, ഇന്നേക്ക് 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ അയാൾ രമണിയെ അടുത്ത് പറഞ്ഞു, രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു, എൻ്റെ കാലിൽ ഉറുമ്പ് കടിക്കുന്നുണ്ട്, വലിയ വേദനയുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഉറുമ്പ് കടിക്കുന്നെന്ന്. അപ്പോൾ ഈ കാലൊന്ന് ഉയർത്തി നോക്കിയപ്പോൾ അതിൽ നിന്ന് പുഴുക്കൾ പൊഴിഞ്ഞ് വീണ് കാണും ബെഡിലേക്ക്. ആലോചിച്ച് നോക്കിയുള്ളൂ, അത് പുഴു വരിച്ച് പുഴുക്കൾ ബെഡിലേക്ക് പൊഴിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ചേക്കുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ജീവനോടെ മനുഷ്യനെ തിന്നുന്ന സാധനങ്ങളാണ് ഈ പുഴുക്കൾ. അപ്പോൾ ഇത് അയാളെ കാർന്ന് തിന്ന് അയാൾ കഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയായിരുന്നു. അങ്ങനെ ഇത് പരാതിപ്പെട്ട് ഡ്യൂട്ടി ഡോക്ടറെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ചെന്ന് പറഞ്ഞപ്പോൾ ഒന്നും അനങ്ങിയില്ല. അവസാനം രാത്രി 8 മണിയോടെ ഇയാളുടെ മകൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ബഹളം വെച്ചു മകൻ. കാരണം ഇത് ഇങ്ങനെ നോക്കാതെ കാണാതെ ഇട്ടേക്കുന്ന പുഴു അരിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നമായി. അപ്പോഴും പെട്ടെന്ന് കൊണ്ടുപോയി ഈ മുറിവ് എല്ലാം അത് ക്ലീൻ ചെയ്തു, അത് ഡ്രസ്സ് ചെയ്തു, എല്ലാം ശരിയാക്കി മാറ്റി. അപ്പോൾ ഇത് പറഞ്ഞവരോടത്ത് മര്യാദയ്ക്ക് പോലും പെരുമാറാൻ ആ ഡ്യൂട്ടി ഡോക്ടർ തയ്യാറായില്ല. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ശരിയായ നടപടി സർക്കാർ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്താൻ പറഞ്ഞു. മൊത്തം എനിക്ക് 48 മണിക്കൂറിനകത്ത് കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞു. പണ്ട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് വാങ്ങിച്ച് കട്ടിലടിയിൽ വെക്കുന്ന പോലെ അല്ല, ഇത് നടപടിയുണ്ട്. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് മുരളീധരൻ നിയമസഭയിൽ ഇതിനെക്കുറിച്ചും ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 1-2 കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് കേട്ടോ. നല്ലൊരു പ്രസ്താവനയായിരുന്നു, വളരെ അന്തസ്സുള്ള പ്രസ്താവന. കാരണം അദ്ദേഹം നല്ല രീതിയിൽ ഈ വകുപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അത്. നല്ലൊരു നേർക്കാഴ്ച, നല്ലതായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കാര്യം അദ്ദേഹം പറഞ്ഞതിന് നടപടിയുണ്ട്. കാരണം ഒരു സർക്കാരിനെ ചീത്തയാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു വിഭാഗം എന്ന് പറയുന്ന ആരോഗ്യ വിഭാഗം തന്നെയാണ്. അപ്പോൾ ഇതേതായാലും അതങ്ങോട്ട് പറഞ്ഞു, റെഡിയായിട്ട് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് മുരളീധരൻ പറഞ്ഞത് ഒരു കുട്ടിക്ക് അത് റിപ്പോർട്ട് ചെയ്ത് പോലും വന്നതല്ല, പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ കംപ്ലൈൻ്റ് ആണ്. ഒരു കുഞ്ഞിന് ഏതാണ്ട് 4 മാസം കണ്ട് പ്രായമുള്ള കുഞ്ഞിൻ്റെ കണ്ണിൽ ഒഴിക്കാനുള്ള ഒരു മരുന്ന് ഒപ്താൽമിക് ഹോസ്പിറ്റലിൽ ഡോക്ടർ എഴുതി കൊടുത്തു. അത് അവിടുത്തെ ഫാർമസിസ്റ്റ് ഈ മരുന്ന് വേറെ മാറി കൊടുത്തു. അത് കണ്ണിലൊഴിച്ചു. കുഞ്ഞിന് വലിയ പ്രശ്നമായി, കണ്ണിന് വലിയ കുഴപ്പമായി. രണ്ടാമത് അത് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തു. അപ്പം മരുന്ന് മാറിയതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. ആ കംപ്ലൈൻറ്റ് കൊടുത്തു. അത്രയും ഈ കുഞ്ഞിനെയൊക്കെ ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദുരിതം അറിയാമല്ലോ. അങ്ങനെ വന്നതുകൊണ്ട് അപ്പം നിർബന്ധമായിട്ടും ആ ഫാർമസിസ്റ്റിനെ ഉണ്ടല്ലോ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള നടപടികളുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഭയം വരും. കാരണം അങ്ങനെ നടപടി വരുമല്ലോ, ഒന്നും അനങ്ങാതിരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ജോലി ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാവും. ഇങ്ങനെ ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നതിനെല്ലാം പറഞ്ഞയക്കണം വീട്ടിൽ. കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് മരുന്ന് എഴുതി കൊടുത്തേക്കാണ്, കണ്ണിലൊഴിക്കേണ്ട മരുന്നാണ്. ആ മരുന്ന് വേറെ മരുന്നെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് കാഠിന്യമുള്ള പ്രവൃത്തിയാണെന്ന്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പിന്നെ കൊണ്ടുപോയി ആ കുഞ്ഞിനെ കൊണ്ടുപോയാണ് അതിനെ കണ്ണ് രക്ഷപ്പെടുത്തിയെടുത്തത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ആ കംപ്ലൈൻറ്റ് കിട്ടി,
ഇതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു, പെട്ടെന്ന് തന്നെ അന്വേഷിച്ചു. അത് അല്ലാതെ ദിവസങ്ങളൊന്നും വെച്ചില്ല, അന്വേഷിച്ചു. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടി എടുത്തു. ഇങ്ങനെയുള്ള നടപടി വേണം സർക്കാർ എടുക്കേണ്ടത്. വളരെ നല്ല കാര്യമാണ്. ഇപ്പം നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരിപ്പോൾ ശ്രീ വി ഡി സതീശൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ഞാൻ കണ്ടു. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ, അതേപോലെ ശ്രീ കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് കണ്ടു. വേറൊരു സംഭവം ഉണ്ടായി, അതും പറഞ്ഞിട്ടുണ്ട്. അതിന് നടപടി ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം എടുത്തു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മയക്കുമരുന്നിനെതിരെയുള്ള ആ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് വളരെ വേണ്ടത് തന്നെയാണ്. അത് ഈ യുവമാരെ ഒന്നും വെറുതെ വിടരുത്. എങ്ങനെയെങ്കിലും ഈ വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. അതിന് ഇതേപോലെ നമ്മൾ ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയാലേ പറ്റൂ. അതിന് നമ്മൾ ശ്രീ രമേശ് ചെന്നിത്തല മുമ്പോട്ടിറങ്ങുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇറങ്ങിയത് അത് ചെയ്യണം. ആ ഡ്രൈവിലൂടെ അതെല്ലാം ഇല്ലാതാക്കണം, അഴിമതി ഇല്ലാതാക്കണം തുടങ്ങി. ഇപ്പം ഇന്ന് ധവളപത്രം, അതായത് ഇന്നത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഔദ്യോഗിക രേഖയായിട്ട് തന്നെ മേശപ്പുറത്ത് വെച്ചേക്കാണ്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അത് ഒരുപാട് അത് പഠിച്ച് പറയേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കിഫ്ബി എന്ന് പറയുന്ന വെള്ളാനയെക്കുറിച്ച് അതിനകത്ത് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിൽ കിഫ്ബി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വേണ്ടെന്ന് അല്ല സർക്കാർ ഇപ്പോൾ പറയുന്നത്, അതാവാം. പക്ഷേ അത് അടിമുടി അഴിച്ച് പണിയണം. അതിലെ തോന്നിവാസങ്ങൾ ഒരുപാട് നടന്നു. അതെങ്ങനെയാണെന്നും ആരാണെന്നും ഒക്കെ ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏതായാലും അതുമൂലം പണം ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെ. അങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണം എങ്ങോട്ട് പോയെന്നുള്ളതിനെക്കുറിച്ച് അത് എളുപ്പമൊന്നും അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. പോയത് പോക്കാണ്, ചിലവായിപ്പോയി എന്ന് പറയാൻ ഒക്കുള്ളൂ. അത് പോയി. എത്ര കോടിയാണ് കടം? അത് സർക്കാരിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട് കിഫ്ബി ഡയറക്റ്റായിട്ട് പണം കടമെടുക്കുന്നു. പക്ഷേ ഈ കടമെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാധ്യത വരുന്നത് സർക്കാരിൻ്റെ പുറത്താണ്. ഇപ്പം ബജറ്റ് വിഹിതം അങ്ങോട്ട് കൊടുക്കണം വീണ്ടും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ കടമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി അങ്ങോട്ട് തുടങ്ങി സർക്കാർ ബൈപ്പാസ് ചെയ്ത് ധനവകുപ്പിനെ ബൈപ്പാസ് ചെയ്യുകയാണ്. അന്ന് ശ്രീ ബാലഗോപാലിനെ യഥാർത്ഥത്തിൽ ഒരു മൂലയ്ക്ക് മാറ്റിയിരുത്തിയിട്ട് കിഫ്ബിയാണ് ഇവിടെ ആ കാര്യം ഭരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തിയുള്ള കാര്യമല്ല, ഏതാണ്ട് സത്യമാണ്. ഏതായാലും ഈ കിഫ്ബി കടമെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കേന്ദ്രം കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ കേന്ദ്രത്തെ നമ്മൾ ഈ വിഹിതം, കടമെടുപ്പ് വിഹിതം ഗണ്യമായിട്ട് കുറഞ്ഞു. അത് ഈ നാട്ടിലെ വളർച്ച എന്നില്ലാതാക്കും. ഇതാണ് സംഭവം. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ഏതായാലും എൻ്റെ പ്രതീക്ഷ നമ്മുടെ ഈ മന്ത്രിമാർ നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതായത് അങ്ങനെ നടക്കട്ടെ.